PM ശ്രീ പദ്ധതിയിൽ മലക്കം മറിഞ്ഞ UDF സർക്കാർ. പദ്ധതി നിർത്തിവെച്ചത് താൽക്കാലികമാണെന്നും വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ ഉത്തരവാദിത്തമാണെന്നും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതിയെ പൂർണ്ണമായും തള്ളാതെ UDF സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് പറയുമ്പോഴും ഖജനാവ് കാലിയാണെന്ന ബോധ്യത്തിലാണ് UDF. അതിനാൽ PM ശ്രീയെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ലെന്ന സൂചനകളാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേ ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പറയുന്നു. PM ശ്രീ പദ്ധതിയിൽ കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് പ്രകാരമുള്ള എയ്ഡും കിട്ടി. 93 കോടി രൂപ അന്ന് സംസ്ഥാനം അതിന്റെ പേരിൽ വാങ്ങുകയും ചെയ്തു. അല്ലെങ്കിൽ ബ്ലോക്കായി നിന്ന പണം വന്നു. അപ്പൊ ഇനി അതിൽ നിന്നുള്ള അതുമായി എങ്ങനെയാണ് അതിന്റെ ഫർദർ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടാണ്. സ്റ്റേറ്റിനും സെൻട്രലിനും അവകാശമുണ്ട്. എന്നാലും പ്രാഥമിക വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാത് സ്റ്റേറ്റുകളാണ് നിർവഹിക്കുന്നത്. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ LDF സർക്കാർ ഒപ്പുവച്ചപ്പോൾ അതിനെ രൂക്ഷമായി UDF എതിർത്തിരുന്നു. എന്നാൽ പദ്ധതിയെ പൂർണ്ണമായും തള്ളേണ്ടെന്ന നിലപാടിലാണ് അധികാരത്തിലെത്തിയപ്പോൾ വലതു സർക്കാർ. ജനം, മലപ്പുറം.